Hi friends, good morning. It's me Simon YouTube channel. ഞാനിന്നിപ്പം രാവിലെ മോർണിംഗ് എക്സസൈസും നടപ്പൊക്കെ കഴിഞ്ഞ് വന്ന സ്ഥലമാണിത്. ഭംഗിയുണ്ടോ? ഫ്രഷ് ആയിരുന്നു. എൻ്റെ ദേഹത്ത് ഇങ്ങനെ കാറ്റടിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ഊർജ്ജസ്വലയുടെ കാര്യം ഇതാണ്. ഓക്കെ, എനിക്കാവും നമ്മൾ മോർണിംഗിൽ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക, നമ്മൾ ഫ്രഷ് ആവുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം, എനിക്ക് എൻ്റെ ദൈവം, എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം. ഓക്കെ, നമുക്കെല്ലാം വേറെ ഇന്ത്യയല്ലേ, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട്. അവർ അതിന് ശേഷം മോർണിംഗ് വാക്ക്. ഓൾവേസ് ബി പോസിറ്റീവ്. ഇതാണ് നമ്മുടെ വിജയ രഹസ്യം. നെഗറ്റീവ് പറഞ്ഞ് നടക്കുകയില്ല, പ്രചരിപ്പിക്കുകയില്ല. അത്യാവശ്യം അധികാരികൾക്കോ സമൂഹത്തിന് ദോഷമാണെന്ന് കണ്ടാൽ നമ്മളത് അറിയിക്കേണ്ടവരെ അറിയിക്കുക. അത് വേറെ, അത് നെഗറ്റീവല്ല. ദാറ്റ് വി ആർ ഡൂയിങ് സംതിങ് പോസിറ്റീവ് ഫോർ കൺസ്ട്രക്റ്റിങ് അവർ ബിലവഡ് നേഷൻ. അത് ചെയ്യാറുണ്ട്, അല്ലാതെ നെഗറ്റീവ് ഞാൻ പറയാറില്ല. ഓക്കെ, അപ്പം ഈ ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അയാൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ കുറേ നാളായി, എനിക്കൊരു ഉയർച്ചയില്ല, എന്താ കാര്യം? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത്യാവശ്യം രാഷ്ട്രീയക്കാർക്ക് വേണ്ട ഗുണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടോ? വേണ്ടത്ര വിദ്യാഭ്യാസമുണ്ടോ? വേണ്ടത്ര സത്യസന്ധതയുണ്ടോ? കുതികാലിവെട്ടിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, സൈക്കോളജിക്കലി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് മറുപടിയെല്ലാം വളരെ SLC പോലും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ താഴെയാണ്. കുറേയൊക്കെ ഈ നേതൃത്വ സ്ഥാനം കിട്ടാൻ വേണ്ടി 18 അളവ് അറിയാം, പറ്റുന്നുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് വേണേൽ പേര് പറയാൻ വേണ്ടി കുറേ പേരെ അറേഞ്ച് ചെയ്ത് നിർത്തുക, എന്നിട്ട് പ്ലാനിൽ മാറി നിൽക്കുക, അവരെല്ലാം കൂടെ അർത്ഥട്ടേഴ്സ് പറയുമ്പം ആകുക. പ്രീ പ്ലാൻഡ് കളികളല്ല. പക്ഷേ ഇയാൾക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഇങ്ങനെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ പറ്റും, പക്ഷേ അത് കൊണ്ടു നടക്കാൻ അറിയത്തില്ല. കാരണം കൊണ്ടു നടക്കണമെങ്കിൽ എന്ത് വേണം? സാമൂഹ്യമായ അവബോധം വേണം, വിദ്യാഭ്യാസം വേണം. ഇപ്പോഴത്തെ കാലത്ത് മിനിമം ഒരു ഗ്രാജുവേറ്റെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റും കാര്യം. കാരണം ടെക്നോളജി എല്ലാം മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഗ്രാജുവേറ്റാണ് നമ്മുടെ CM. അദ്ദേഹത്തിന് പോലും വേണ്ടത്ര പിടിച്ച് നിൽക്കാം. അപ്പം പിന്നെ 8ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരൻ വന്നാൽ എങ്ങനെ ഇരിക്കും? പിന്നെ അവർക്കൊന്നും കഴിവില്ലെന്നല്ല, പണ്ടുണ്ടായിരുന്നു. പണ്ട് എൻ്റെ അമ്മ 4ാം ക്ലാസ്സായിരുന്നു, പക്ഷെ അമ്മ 1ാം തരമായി ബാങ്കിൽ പോയി കാര്യങ്ങൾ നടത്തുകയും ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് വേറെ കാര്യം. ആ കാലമൊക്കെ പോയി. ഇപ്പം നമ്മൾ ഒരു മിനിമം PG എങ്കിലും പൊളിറ്റിക്സിൽ വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ MLA MP വരുമ്പം ഒരു വിദ്യാഭ്യാസം നിഷ്കർഷിക്കുന്നത് നല്ലത്. ഈ പോകുന്നവർക്ക് തന്നെ അതുകൊണ്ടാണ് ഗുണം ചെയ്യത്തുള്ളൂ. അത് നല്ല കാര്യമാണ്. പക്ഷേ ഏറ്റവും വേണ്ടത് വിദ്യാഭ്യാസത്തേക്കാൾ ഉപരി സത്യസന്ധതയാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും പിടിച്ചു നിൽക്കാൻ ആരും വളരരുത്. ചിലരുണ്ട്, ചില സ്ഥലങ്ങളിൽ ഒരിക്കൽ നേതാവായ പിന്നെ അവർ മരിച്ചാലേ പോകത്തുള്ളൂ. കുതികാലി വിട്ട് ഒരാളും വളരാൻ സമ്മതിക്കും. ആരെങ്കിലും ഒരു യുവാവോ അല്ലെ യുവതി ഒന്ന് ഇങ്ങോട്ട് വന്നാൽ ഉടനെ അവളെ മ്ലേച്ഛയാക്കി മറ്റുള്ള മുമ്പിൽ പരിഹസിച്ച് അല്ലെ പ്രകോപിപ്പിച്ച് ചാടിപ്പരയ്ക്കകത്ത് കയറ്റും. ഈ പാവപ്പെട്ട ആളുകളെ പ്രകോപനത്തിൽ വീണ് എന്നാൽ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളും അവരുടെ ആത്യന്തികമായ വിജയം നേടിയിട്ടില്ല. കാരണം തിരഞ്ഞെടുപ്പ് എപ്പോഴും ദൈവഹിതമാണ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോയപ്പം അത് പിന്നെ നമ്മുടെ ഇറ്റലിയിൽ നിന്നൊരു ഒരു മെത്രാൻ പറഞ്ഞു, എത്രയോ പ്രഗത്ഭമതികളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പരിചയസമ്പന്നരുണ്ടായിരുന്നു, കർദിനാൾമാർ, പത്രക്കാരും, ഇൻ്റർനാഷണൽ, നമ്മുടെ കേരളത്തിലെ ഉദ്ദേശമല്ല, ഇൻ്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം പ്രവചിച്ചു, കഴിവുകൾ അണിനിരത്തി. പക്ഷെ തിരഞ്ഞെടുത്തതോ ആ കൂടെയുള്ള ഏറ്റവും വിനയാനിതനായ 2 വർഷം മാത്രമേ കർദിനാളായിട്ടായിട്ടുള്ളൂ. കേരളത്തിൽ നിന്നൊരു അച്ഛൻ ആയിട്ടുണ്ട്, അദ്ദേഹം 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഒന്നാലോചിച്ച് അവിടെ പോയി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം അറിയാൻ മേലാതിരിക്കുന്ന സന്ദർഭത്തിൽ ആ ആളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എൻ്റെ പിൻഗാമിയായി നീ വരൂ എന്ന് പറയുന്ന പോലെ ഈ ഏത് തിരഞ്ഞെടുപ്പിനകത്തും ഒരു ദൈവത്തിൻ്റെ ടച്ച് കാണാൻ കഴിയും. നമ്മൾ സൂക്ഷ്മ സൃഷ്ടിച്ചാൽ ആർട്ടിഫിഷ്യലായി നമ്മൾ വളർത്തിയെടുക്കുന്ന ഒന്നും വേണ്ടത്ര ബലം തരുന്നതായിട്ട് കാണുന്നു. ഒരപ്പം മരിച്ചു, മകനെ എടുത്തു,
അവൻ എത്രത്തോളം വളരും നമുക്കറിയാൻ മേല. കണ്ടുവരുന്നത് പലപ്പോഴും പരാജയമാണ്. ഇപ്പം പിന്നെ ഇപ്പം ഞാൻ പറയാം, നമ്മുടെ ഒരു പാർട്ടിയുടെ നേതാവ് മരിച്ചു, അയാളുടെ ഭാര്യ വന്നു, പക്ഷെ അവർ വിജയിച്ചു. അപ്പം കോൺട്രഡിക്ടറി ഉണ്ട് എല്ലാ കേസിലും, വിജയിക്കുന്നവരുണ്ട് പരാജയപ്പെടുന്നവരുണ്ട്. എന്നിരുന്നാലും ആത്യന്തികമായി സമൂഹത്തിൽ അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നിന്ന് വളരുന്നവരാണ് വിജയിക്കുക എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ഈ 10-20 കൊല്ലം ഇതിൻ്റെ പുറകെ നടന്നിട്ട് എനിക്കൊരു പ്രയോജനം കിട്ടാതെ, അപ്പം ഞാൻ ഓർത്ത് എന്താ എനിക്ക് തന്നെ ചില കുറവ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളിൽ ഉള്ളതിൽ അഭിമാനിക്കുക, പ്രാർത്ഥിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കൈപിടിച്ച്, ഇനി ആരും കൈപിടിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തും. അതിനാണ് ആത്യന്തികമായി വിജയം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അതിൽ സന്തോഷത്തോടെ പോയി. നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ലീഡർ ഷുഡ് ഓൾവേസ് ബി എ മോഡൽ ടു അതേഴ്സ്. അങ്ങനെയുള്ളവരെ നേതാവായിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് ചുറ്റും നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ ധാരാളം പേരുണ്ട്. അത് ശരിയല്ലെങ്കിൽ പോലും 10-11 പ്രാവശ്യം MLA-മാരാകുന്നവരുണ്ട്. അത് ശരിയല്ല, 2 പ്രാവശ്യത്തിനുള്ളിലാക്കാൻ പാടില്ല. അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇനി 11 പ്രാവശ്യം കഴിയുമ്പം അമേരിക്കയിലും ഇംഗ്ലണ്ടിലുള്ള മക്കളെ നാട്ടിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തുക. എന്തിനാ? എനിക്കൊരു ആപത്ത് വന്നാൽ അവനെ നിർത്തണം. എന്നിട്ടൊരു വിൽപ്പത്രം പോലെ കൂട്ടുകാരോട് പറയും, ഇവനാണ് എൻ്റെ പിൻഗാമി കേട്ടോ. ഈ പുള്ളിയുടെ ചിക്കനും പൊറോട്ടയും തിന്നുന്നവർ പറയും യെസ്. അത് ബുദ്ധിമാനായ നേതാവ് അത് വളർത്തിയെടുക്കും. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? കഴിവും പ്രാപ്തിയുള്ളവരുള്ള നേരത്തെ വണ്ടി കയറി UK-യിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ ചെന്ന് പറ്റുക, ഓസ്ട്രിയയിലും. അപ്പം നമ്മുടെ നാട്ടിൽ അവർ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം. പിന്നെ ഏത് സ്ഥാനവും 2 പ്രാവശ്യം കൂടുതൽ കൊടുക്കാൻ പാടില്ല. MLA ആയാലും MP ആണെങ്കിലും. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് സ്ഥാനം കണ്ടോ, 2 തവണ ഒരാൾക്ക് പറ്റത്തുള്ളൂ, എത്ര പ്രഗത്ഭനാന്ന് പറഞ്ഞാലും. അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ ദുഷിപ്പുണ്ടാകും, ഭയങ്കര അഴിമതി ഉണ്ടാകും, സ്വജനപക്ഷപാതം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സാമൂഹികമായി പ്രവർത്തിക്കുമ്പം വിദ്യാഭ്യാസവും വിവരമൊക്കെ ഒരു ഘടകമാണ് എന്ന് ഞാൻ അയാൾക്ക് പറഞ്ഞു. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു ഫങ്ഷന് ചെന്നാൽ, കല്യാണത്തിനോ ഉത്സവത്തിനോ പെരുന്നാളിന് ചെന്നാൽ സുന്ദരിമാരുടെ പേട്ടയാണ് അല്ലേ? സുന്ദരന്മാരും സുന്ദരിമാരും. നമ്മളൊരാളുടെ വീട്ടിൽ ചെന്ന് അവിടെ എല്ലാം പ്രായമായവരും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവരൊക്കെ. എന്താ കാര്യം? ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആയിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലാണ്. ജോലിക്ക് പോകുമ്പം നിങ്ങൾ വൃത്തിയും പിഴകൾ, പക്ഷെ ഭവനത്തിൽ നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കും. എല്ലാവരും ഈ നൈറ്റിയൊക്കെ ഇട്ട് അവരുടെ സൗന്ദര്യവും അവരുടെ എല്ലാം മറച്ചു വെച്ചിങ്ങനെ ജീവിക്കുക. എന്താ പ്രയോജനം? നിങ്ങൾ ഈ മുഷിഞ്ഞ നൈറ്റി ഇട്ട് വീട്ടിൽ ജീവിതത്തിൽ നിങ്ങൾ പുറത്ത് പോകുന്ന സമയമൊന്നും ഒരു പേപ്പറെ കുറിച്ച് വെച്ചേ, യെസ് ഞാൻ പള്ളിയിൽ പോയി, അല്ലെ അമ്പലത്തിൽ പോയി, അല്ലെ ഷോപ്പിംഗ്. വെറും കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലാണ് നിൽക്കുന്നത് എപ്പോഴും. നിങ്ങളുടെ ജോലി തിരക്കാ. ആ ജോലി തിരക്ക് കഴിയുമ്പം നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിച്ച് വേണം ജീവിക്കാൻ. നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സായെന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ നല്ലൊരു ഡ്രസ്സൊക്കെ ധരിച്ച് വേണം വീട്ടിൽ നിൽക്കാൻ. വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. അത് സ്ത്രീ ആണേലും പുരുഷനാണേലും. പുരുഷന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് നേഴ്സൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ ഭവനത്തിലാണ്. ആ ഭവനത്തിൽ നമ്മൾ ആദരിക്കപ്പെടേണ്ടത് നമ്മൾ വൃത്തിയും മെനയിലും ജീവിക്കണം. അത് ഏറ്റവും കൂടുതൽ സമയം ഭവനത്തിലാകുമ്പോൾ ഭവനത്തിലും വൃത്തിയും മെനയിലും ജീവിക്കണം. അതാണ് നല്ലത്. മറ്റുള്ളവർക്ക് ഇപ്പം ചില അപ്പന്മാർ പറയും, അവൻ്റെ കൂട്ടുകാർ വന്നാൽ എന്നെ പരിചയപ്പെടുത്താൻ പോലും അവന് മടിയാണ്. എങ്ങനെ പരിചയപ്പെടുത്തും? കളറ് പോയ പിഞ്ചിത്തേഞ്ഞ ഒരു ലുങ്കി ഉടുത്ത് നെഞ്ചൊക്കെ വിരിച്ച് ഈ ഇരിക്കുന്ന ആളുടെ ഉള്ളിൽ വലിയ ആളാണ്, ശരിയാ. പക്ഷേ വരുന്ന ആൾക്ക് അതറിയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ ഇയാൾ നല്ലൊരു ഡ്രസ്സുമൊക്കെ ധരിച്ച് വീട്ടിൽ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ലുങ്കിയോ അല്ലെ ഡ്രസ്സോ.
ഷർട്ടുമൊക്കെ ധരിച്ച് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് വൃത്തിയായിട്ടിരിക്കുകയാണല്ലോ. വരുമ്പോൾ ആദ്യം ആരെയാണ് വിളിച്ച് കാണിച്ചേ, ഇതെൻ്റെ അപ്പ. പിന്നെ പറയാണ്ട് എൻ്റെ അമ്മ അടുക്കളയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ചുരിദാറും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സും ഇട്ട് ഇറങ്ങി വരുന്നത് പരിചയപ്പെടുത്തും. ഇതൊന്നും അല്ലെങ്കിലോ ഈ മകന് കൂടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അവർ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുകാരിയൊക്കെ പറഞ്ഞ് വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണ കാര്യം പറഞ്ഞ് അങ്ങ് വിടും. അപ്പനും അമ്മയും പരിചയപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് അതിനിടവെടുക്കാതെ മക്കളാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ വൃത്തിയായിട്ട് നിൽക്കണം. വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് വീട്ടിലാണ്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വേണം വീട്ടിൽ നിൽക്കാൻ. ചിലർ പറയും, ചില സൈക്കോളജി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിൽ 3 സെറ്റ് ഡിന്നർ സെറ്റുണ്ട്. പക്ഷെ അവരെല്ലാം കഴിക്കുന്നത് പ്ലാസ്റ്റിക് പ്ലേറ്റ് വാങ്ങിച്ച് അതിലാണ് കഴിക്കുന്നത്. എന്നോ എപ്പോഴും വരുന്ന ഒരു അതിഥിയെ കാത്തിതിങ്ങനെ ഇരിക്കുക. ഇവരുടെ ജീവിതകാലം മുഴുവൻ പോയാലും അവസാനം ആങ്ങളെയും ഭാര്യയും വരുന്നു എന്ന് പറയാം. ഉടനെ ഈ കുടുംബിനി പറയാം, അവന് ഇത് തന്നെ കഴിച്ചോട്ടെ, അവനും പ്ലേറ്റ് കൊടുക്കത്തില്ല, ഇത് തന്നെ കഴിപ്പിക്കും. എന്നുവെച്ചാൽ അവസാനം ഇവരുടെയൊക്കെ മരണത്തിന് ശേഷം മക്കൾ വീട് വയ്ക്കുമ്പം ഇത് പോകുമ്പം താഴെ വീണ് പൊട്ടിയൊക്കെ പോകുന്നതല്ലാതെ ഒരിക്കലും അതിന് ചോറിൻ്റെയോ തോരൻ്റെയോ സാമ്പാറിൻ്റെയോ ടേസ്റ്റ് ആ പ്ലേറ്റിന് അറിയാൻ പറ്റത്തില്ല. പ്രിയമുള്ളവർ, ദയവായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ നല്ല ഡിന്നർ സെറ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും എൻ്റെ ഭർത്താവിനും അല്ല എൻ്റെ ഭാര്യയ്ക്കും എനിക്കുമാണ് ഒരു അവകാശം എന്ന് വിചാരിച്ച് ആ പ്ലേറ്റൊക്കെ എടുത്തു വെച്ച് കഴിച്ച് അതിൽ തന്നെ ശീലിക്കണം, പെരുമാറി ശീലിക്കണം. മക്കളൊക്കെ വിദേശത്തൊക്കെ പോയി നല്ല അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇത്രേ ഉള്ളൂ, അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയണ്ടേ. അവിടെ ചെല്ലുമ്പോൾ ഒരു ഖിന്നതയാണ്. നല്ല ഭക്ഷണം പ്ലേറ്റോ, എൻ്റെ ആ ഇരുമ്പ് പ്ലേറ്റ് കിട്ടി എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ ആ ഇരുമ്പ് ഗ്ലാസ് എന്തൊരു കഷ്ടമാണ്. കാലം മാറിയില്ലേ. നിങ്ങൾ ആ ഇരുമ്പ് ഗ്ലാസ്സൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക, പ്ലേറ്റൊക്കെ മാറ്റി വെച്ച് ഒന്നാന്തരം ഡിന്നർ സെറ്റ് എടുത്ത് പുറത്തോട്ട് വെച്ച് അതിൽ വേണം ഭക്ഷണം കഴിക്കാൻ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ ആദരിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ആദരിക്കണം നിങ്ങളെ. യെസ്, ഐ എം സൈമൺ വർഗീസ് എന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷം. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ നാട്ടുകാരെ ബഹുമാനിക്കുക. നിങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വസ്ത്രധാരണ രീതി, നിങ്ങളുടെ ആ ഒരു ഡിസിപ്ലിൻ ടോക്കിൽ നല്ല വാക്കുകൾ പറയാൻ പഠിക്കുക. അതായത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷ പോലും നിങ്ങളെ തിരിച്ചറിയും. നിങ്ങൾ മനസ്സിലാക്കി മാറ്റണം. അത് നല്ല ഭാഷ സംസാരിക്കാൻ പഠിക്കുക. ആവശ്യമില്ലാതെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞു നടക്കാതിരിക്കുക. ബി പോസിറ്റീവ്. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭവനമാണ് നമ്മുടെ സ്വർഗം. ആ സ്വർഗത്തിൽ വേണ്ടത്ര ഭംഗിയും വൃത്തിയും ശുചിത്വമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. എൻ്റെ ഭർത്താവിനെ എന്നെ കണ്ടാൽ ഒരു നമ്മുടെ കല്യാണത്തിന് പറയേ സുന്ദരികളിൽ അവൾ അതിസുന്ദരി എന്നൊക്കെ പറയും പാട്ടൊക്കെ, അത് തോന്നണം. ഭർത്താവിനോ ഭാര്യയ്ക്ക് എന്ത് തോന്നണം? ഓ, സുന്ദരന്മാരിൽ അതിസുന്ദരൻ നീ, എന്താണ് അട്രാക്ഷൻ. കുഞ്ഞുങ്ങൾക്കോ ഞാനൊരു വെൽബീയിങ് ഗേളാണ്, ഞാനൊരു സ്മാർട്ടാണ് നമുക്കും തോന്നണം. മകനോ ഐ എം നോട്ട് ജസ്റ്റ് എ ബേബി, ഐ എം എ ക്രിയേറ്റർ. യെസ്, എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ചുമതലയുണ്ട്. ഈ നാടിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. നാടിനെ പോറ്റി വളർത്താൻ, കൊണ്ടു നടക്കാൻ, ശാസ്ത്രീയമായി അതിനെ നയിക്കാൻ എനിക്ക് ഒത്തിരി ചുമതലകളുണ്ടെന്ന് ചിന്തിക്കുന്ന ബോയും ഗേളും വേണം നമ്മുടെ ഭവനത്തിൽ. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് മെച്ചപ്പെട്ട വസ്ത്രധാരണ രീതി, മെച്ചപ്പെട്ട സംസാരം, പഠനം. ഓൾവേസ് ട്രൈ ടു അപ്ഡേറ്റ് അവർ നോളേജ്. എനിക്കറിയാം ഒരു കോളേജ് പ്രൊഫസറെ, MSc റാങ്ക് ഹോൾഡറായിരുന്നു. പക്ഷെ പിന്നീട് പത്രമൊന്നും വായിക്കത്തില്ല, തിരക്കുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവർ സംസാരിക്കുമ്പോൾ ഈ കാലികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പുറകെ പോകും. അവർ കെമിസ്ട്രിയിൽ പ്രൊഫസർ, കെമിസ്ട്രിയൊക്കെ അവർക്കറിയാം. പക്ഷേ അതും മാറിക്കൊണ്ടിരിക്കുക. ഡേ ടു ഡേ എല്ലാ ഫൈൻഡിങ്സും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വായിക്കുക, പഠിക്കുക, അപ്ഡേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പയ്യെ പുറകോട്ട് പോകും. നിങ്ങളുടെ കോളേജിലെ പ്രൊഫസർമാരുടെ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ഥാനം കിട്ടാൻ എന്താ കാര്യം? അപ്പോൾ ഓർത്തോണം, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ നോളജ്. ഇൻവെൻഷൻസ് അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യണം. ഓൾ ദി ടൈം നിങ്ങൾ ഒരു ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് പീസിനെ ആവശ്യക്കാരുള്ളൂ, അതിനെ ചിലവുള്ളൂ. അവർക്ക് ബി എ ഫ്രഷ് ഫോർ ദി സൊസൈറ്റി ഓൾവേസ്. ബി എ ഫ്രഷ് in your family always. Be a fresh in your state and central and universe. Okay? Praise our God. Thank you.